സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം വലിയ വിമർശനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജാസ്മിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ്റെ പിതാവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിലാണ് ജാസ്മിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചത്. ബിഗ് ബോസ് പറഞ്ഞു പിതാവിന് നിങ്ങളോട് സംസാരിക്കണമെന്ന്. പിന്നാലെ പിതാവുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ജാസ്മിൻ്റെ പിതാവ് ജാസ്മിനോട് എന്ത് സംസാരിക്കുന്നുവെന്ന് പ്രേക്ഷകരെ ഒന്നും അറിയിച്ചിട്ട് പോലുമില്ല. എന്നാൽ കൺഫെഷൻ റൂമിൽ നിന്ന് പിന്നെ തിരിച്ചു വന്ന ജാസ്മിനെ വേറൊരു ജാസ്മിനായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു. കാരണം പോകുന്നതിന് മുമ്പ് ഗബ്രിയുടെ കൈ പിടിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന ജാസ്മിൻ പോകുമ്പോൾ ചാടി ഓടിയാണ് പോയത്. അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് ഫോൺ കോളൊക്കെ സംസാരിച്ച് വെളിയിൽ വന്നപ്പോൾ നേരെ പവർ റൂമിൽ പോവുകയായിരുന്നു. പവർ റൂമിൽ പോയിരുന്ന് കുത്തിയിരുന്ന് കരയുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഗബ്രി വന്നെങ്കിലും ഗബ്രിയെ പിന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടേയില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പ്രേക്ഷകർ പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള ബന്ധം നെഗറ്റീവായിട്ടാണ് ജാസ്മിൻ എത്തിയിട്ടുള്ളത് എന്ന് ജാസ്മിൻ്റെ പിതാവ് ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതിനിടയിൽ ജാസ്മിൻ്റെ പിതാവിന് ഹൃദയ സംബന്ധമായ അസുഖം മൂലം ആശുപത്രിയിലല്ല വീട്ടിലാണ് എന്ന് വരെ ചിലർ പറയുന്നു. ഇതിനെല്ലാം വിശദീകരണമാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് നൽകിയത്. മോഹൻലാൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എത്തിയതിന് പിന്നാലെ ബിഗ് ബോസ് വിശദീകരിച്ചു കാര്യങ്ങൾ. ജാസ്മിനും പിതാവും നടത്തിയത് തീർത്തും സ്വകാര്യമായ ആരോഗ്യകരമായ ഫോൺ സംഭാഷണമാണെന്ന് പറഞ്ഞു. ബിഗ് ബോസ് തന്നെ അതിന് സാക്ഷിയാണെന്നും പറഞ്ഞു. മനുഷ്യത്വപരമായ കാര്യമായതിനാലാണ് അനുവദിച്ചതെന്നും പറയുന്നു. അതിൻ്റെ ഉള്ളടക്കം ഒരു തരത്തിലും ഷോയുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ് പ്രേക്ഷകരെ കേൾപ്പിക്കാതിരുന്നത് എന്നും ഇത്തരം മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെന്നുമൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത്. തുടർന്ന് ലാലേട്ടനും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എന്നാൽ ഇവരുടെ വിശദീകരണം ഒന്നും പ്രേക്ഷകർ അംഗീകരിച്ചിട്ടേയില്ല. പ്രേക്ഷകർ ഒന്നടക്കം പറയുന്നുണ്ട് ഇത് കൃത്യമായും ജാസ്മിനെ അറിയിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ ജാസ്മിൻ വെളിയിൽ വന്നിട്ട് കൃത്യമായി പഴയ രീതിയിൽ തന്നെ ജാസ്മിൻ നിന്നേനെ. എന്നാൽ ജാസ്മിൻ വെളിയിൽ വന്ന സമയം തൊട്ട് ഗബ്രിയോട് പറയുന്നുണ്ട് നീ എന്നെ മുട്ടല്ലേ, നീ എൻ്റെ കൈ പിടിക്കരുതേ എന്ന്. കാരണം ഈ ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ജാസ്മിനുമായിട്ട് ഗാർഡൻ ഏരിയയിൽ കൈയും പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ വെളിയിലിറങ്ങിയതിന് ശേഷം നേരെ ഉൾട്ടയടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് റോക്കിയോട് പോയി കൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടിയെന്ന് പ്രേക്ഷകർക്കറിയാം. അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നും പറയുന്നുണ്ട്. അത് പറഞ്ഞും കരയുന്നുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രീനെ പാടെ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ അവിടെ ഒരു നാടകം അവിടെ നടന്നു. ലാലേട്ടൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ചോദിച്ചു എല്ലാ മത്സരാർത്ഥികളോടും ഇവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. എല്ലാവരും പറഞ്ഞു ഇവർ രണ്ടല്ല, ഇവർ ഒന്നാണ്, ഇവർ ഒന്നിച്ചാണ് അഭിപ്രായം എടുക്കുന്നത്, ഇവർ ഒരിടത്തും നമ്മൾ കാണാറില്ല, ഞങ്ങളുടെ കൂടൊന്നും വരാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നെഗറ്റീവായ രീതിയിലാണ് മറ്റു മത്സരാർത്ഥിയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തുവായാലും ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനൊക്കെ ഈ ചാനലിലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.